ഈ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഈ ഹൈറിച്ച് കമ്പനിയുടെ തട്ടിപ്പ്. നമുക്കറിയാം, അവർ സമീപകാലത്ത് വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ അവരിലേക്ക് ആകർഷിക്കുകയും ഒടുവിൽ കംപ്ലീറ്റ് പൈസയും അടിച്ചുകൊണ്ട് മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് ഈ റെയ്ഡ് വിവരം ചോരുകയും ഈ കമ്പനിയുടെ ഉടമസ്ഥർ ഇ ഡി ഉദ്യോഗസ്ഥരെത്തുന്നതിന് മുൻപ് രക്ഷപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ വിവരം ചോർന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് ചോർന്നത് എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവർക്ക് വേണ്ടി വല വിരിച്ചിരിക്കുകയാണ് പോലീസ്. ഒളിവിൽ കഴിയുന്ന കമ്പനി ഉടമകളായ പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം കമ്പനിയുടെ മറവിൽ പ്രതാപനും ഭാര്യയും തട്ടിയെടുത്തത് 1157 കോടി രൂപ എന്ന കണക്കുകളാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത്. അതൊരു വലിയ സംഖ്യയാണ്. ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ ഈ മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പായിട്ട് വേണമെങ്കിൽ അതിനെ കണക്കാക്കേണ്ടി വരും. കാരണം 1157 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉള്ളടക്കം വലുതാണ്. എത്രയധികം ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നടക്കമുള്ള കണക്കുകളൊക്കെ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. മലയാളി വീണ്ടും വീണ്ടും എങ്ങനെ ഈ തട്ടിപ്പുകളിൽ പോയി ചാടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് നമ്മുടെ മുൻപിൽ. ഏതായാലും ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. നോക്കാം പോലീസിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ്, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നതെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, ഈ ഹൈറിച്ച് കമ്പനി 1157 കോടിയുടെ വൻ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം റെയ്ഡ് ഇവരുടെ കമ്പനിയിൽ നടത്തി. പക്ഷേ റെയ്ഡിനെത്തുന്നതിന് മുൻപ് ഇവർ അവിടുന്ന് മുങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. ആ റെയ്ഡിൻ്റെ വിവരങ്ങൾ ചോർന്നിരുന്നുവെന്നാണ്, ഇ ഡിയിൽ നിന്ന് ചോർന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ ചോർന്നു എന്ന വലിയ ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ പോലീസ് ഇപ്പോൾ ഈ പ്രതികളെ തേടി വലിയ തെരച്ചിലിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അതെ മനു, ഇ ഡിയുടെ പ്രാഥമിക പരിശോധന പ്രകാരം തന്നെ 1157 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിൻ്റെ വ്യാപ്തി ഇനിയും കൂടും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കാരണം നിരവധി നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന പേരിൽ ഈ ഹൈറിച്ച് എന്ന കമ്പനി, ആ കമ്പനിയുടെ മറവിൽ നിരവധി നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിയാണ് ഇത്തരത്തിൽ കബളിപ്പിക്കൽ നടന്നത്, കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. അത് ഓൺലൈൻ ഷോപ്പിംഗ് പേരിൽ മാത്രമല്ല, OTT പ്ലാറ്റ്ഫോം, ക്രിപ്റ്റോ കറൻസി, ഈ രീതിയിലൊക്കെ ഉള്ള തട്ടിപ്പ് ഈ പ്രതികൾ നടത്തി എന്നുള്ളതാണ് വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ ഇ ഡി, അതായത് ഇതിലെ ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഏതാണ്ട് 100 കോടി രൂപയിലധികം വിദേശത്തേക്ക് ഹവാലയായി കടത്തി എന്നുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ചാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ പരിശോധനയ്ക്കായി ഇ ഡി ഉദ്യോഗസ്ഥർ പോയത്. പക്ഷേ അവരെത്തുന്നതിന് മുമ്പേ അവരെ കബളിപ്പിച്ച് ഇവർ മുങ്ങിയത് അത് ഇ ഡിയുടെ റെയ്ഡിനെ കുറിച്ചുള്ള വിവരം ചോർത്തിയത് ആരാണെന്ന് സംബന്ധിച്ച് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനം ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. എത്ര കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ഈ പ്രതികളിൽ നിന്ന് തന്നെ മാത്രമേ അതിൻ്റെ കൃത്യമായ കണക്ക് ലഭ്യമാവുകയുള്ളൂ. അതിനായി പോലീസ് വലവിരിച്ചിട്ടുണ്ട്. ഇ ഡിയും പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഇവർ ഏത് സമയവും പിടിയിലാകും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 30-ന് കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. സാധാരണഗതിയിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം അതിനനുസരിച്ചായിരിക്കും ഈ മറ്റ് നടപടികളിലേക്ക് സാധാരണ അന്വേഷണ ഏജൻസികൾ കടക്കാറുള്ളത്. എന്നാൽ ഈ 30-ാം തീയതി കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അറസ്റ്റ് കാര്യത്തിൽ കോടതി ഇടപെട്ടില്ല എങ്കിൽ ആ നടപടിയിലേക്ക് തന്നെ ഈ പോലീസ് പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ല, അവർക്ക് ഒരുപക്ഷെ കോടതി ഇവരോട് കീഴടങ്ങാനായിരിക്കും നിർദ്ദേശിക്കുക. അതെന്താണ് സംഭവിക്കുക എന്നുള്ളത് 30-ാം തീയതി വരെ കാത്തിരുന്നാലേ അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും നിലവിൽ ഇ ഡിയുടെ കണക്കനുസരിച്ച് 1157 കോടി രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മറവിൽ പലരിൽ നിന്ന് മണി ചെയിൻ മാതൃകയിൽ പണം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയതിന് പുറമെ ക്രിപ്റ്റോ കറൻസി വഴി, അതായത് HR എന്ന പേരുള്ള ക്രിപ്റ്റോ കറൻസി വഴി ഇവർ വലിയ തട്ടിപ്പ് നടത്തി. ആ ക്രിപ്റ്റോ കറൻസി രീതിയിലാണ് പലരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചത്. അത് ഒരു കോയിന് $2 എന്ന രീതിയിൽ, അതായത് ഇന്ത്യൻ രൂപ വരുമ്പോൾ 160 രൂപ വരും. അങ്ങനെ ലക്ഷക്കണക്കിന് പേരിൽ നിന്ന് ഇത്തരത്തിൽ ഈ ക്രിപ്റ്റോ കറൻസി വഴി നിക്ഷേപങ്ങൾ സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ OTT പ്ലാറ്റ്ഫോം, ഒരു OTT പ്ലാറ്റ്ഫോം ഇവർ വാങ്ങുകയുണ്ടായി. അതിൽ പുത്തൻ സിനിമകളൊക്കെ വെച്ച് വലിയ രീതിയിൽ ആകർഷകമായി മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങനെ ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കാം എന്ന് പറഞ്ഞ് 1000-ഓളം പേരിൽ നിന്ന് 5 ലക്ഷം രൂപ വെച്ച് ഇവർ പിരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ പലതരത്തിൽ പല രീതിയിൽ
ഇവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ കണക്ക് കൂട്ടി നോക്കുമ്പോഴാണ് ഇത്രയും EDയുടെ കണക്കനുസരിച്ച് 1157 കോടിയാണ്. പക്ഷേ പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് 1650 കോടി രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ഇവർ GST തട്ടിപ്പ് കേസിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ KD പ്രതാപൻ എന്ന് പറയുന്നയാൾ അറസ്റ്റിലായിട്ടുമൊക്കെയുണ്ട്. ഇതും ഒരു GST തട്ടിപ്പ് മാത്രം എന്നുള്ള നിലയിൽ ഒതുക്കാനാണ് ഇവർ ശ്രമിച്ചിരുന്നത്, ഈ പ്രതികൾ ശ്രമിച്ചിരുന്നത്. പക്ഷേ അപ്പോഴാണ് പോലീസ് കോടതിയിൽ 1650 കോടി രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തി എന്ന റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിന്മേലാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. അത് പരിശോധിക്കുമ്പോഴാണ് കാനഡയിലും മറ്റും ഇവർ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിദേശത്തേക്ക് ഹവാലയായി കടത്തിയത് അതിനു വേണ്ടിയൊക്കെയാണ് എന്ന വിവരമൊക്കെ പുറത്തു വരുന്നത്. ആ കാനഡയിലെ കമ്പനി കേന്ദ്രീകരിച്ചുമൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ രീതിയിൽ ആ അന്വേഷണം വളരെ വിപുലമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇവരുടെ സ്വത്തുക്കൾ 200 കോടി രൂപയുടെ വരുന്ന നിക്ഷേപം അത് ED മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 55 അക്കൗണ്ടുകളിലൊക്കെ ആയാണ് 200 കോടി രൂപ ഇവർ നിക്ഷേപിച്ചിരിക്കുന്നത്. അത് ഇവർ ED കണ്ടെത്തി മരവിപ്പിച്ചിട്ടുണ്ട്. കാരണം ED ഇത്തരത്തിൽ നടപടി എടുക്കുന്നു എന്ന് മുൻകൂട്ടി കണ്ടൊരു പക്ഷേ ഈ അക്കൗണ്ട് മറ്റുള്ളവരുടെ പേരിലേക്ക്, ഇവരുടെ വിശ്വസ്തരുടെ പേരിലേക്കൊക്കെ മാറ്റാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിൽ മരവിപ്പിക്കൽ നടപടിയിലേക്ക് ED പോയിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ പറയുന്നത് പോലെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ ആയിട്ടുള്ളൂ. ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്, വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആരിൽ നിന്നൊക്കെ എത്രയൊക്കെ കോടി രൂപ ഇവർ തട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ അതിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനെ ഇവരെ പിടികൂടുക വളരെ പ്രധാനമാണ്. നിലവിൽ പോലീസിൻ്റെ ഒരു വലയത്തിൽ തന്നെ ഇവർ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം പോലീസിനുണ്ട്. പക്ഷേ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിൽക്കുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരാൻ കാത്തു നിൽക്കുകയാണ് എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ 30-ാം തീയതി എന്ന ദിവസം വളരെ പ്രധാനമാണ്. അന്ന് കോടതി എന്ത് പറയുന്നു എന്നതിനനുസരിച്ചിരിക്കും തുടർ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ വിപുലമായ അന്വേഷണം പോലീസും ഒപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മനു. ഉമേഷ് എനിക്കും മനസ്സിലാവാത്തത് ഈ നമ്മുടെ ആളുകളൊക്കെ ഈ തുടർച്ചയായിട്ട് ഇങ്ങനത്തെ ഈ തട്ടിപ്പുകളിൽ പോയി എങ്ങനെ ചാടുന്നു എന്നതാണ്. കാരണം ഈ മണി ചെയിൻ മാതൃകയിലുള്ള എത്രയോ തട്ടിപ്പ് വാർത്തകൾ നമ്മൾ ഈ സമീപകാലങ്ങളിലൊക്കെ കണ്ടിരുന്നു. എന്നിട്ട് ഇത് 1157 കോടി രൂപ നമ്മുടെ ആളുകളിൽ നിന്ന് ഇവർ തട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉമേഷ്? അപ്പോൾ എത്ര സാങ്കേതികപരമായിട്ട്, അതായത് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൻ്റെ മറവിലൊക്കെ തട്ടിപ്പ് നടത്തുന്നു. അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സുഖങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നു. നമ്മുടെ ആളുകൾ വീണ്ടും വീണ്ടും ഇമാതിരി കുഴികളിൽ പോയി ചാടുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ മനു, ഇത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ ഇവർ ഏതെങ്കിലും തരത്തിൽ ഈ വാഗ്ദാനം ചെയ്തതുപോലുള്ള ചില ലാഭം ഇവർക്ക് നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ടാവാം. അധിക തുക ഇവർ നിക്ഷേപിച്ചതിനനുസരിച്ച് അവർ പ്രതീക്ഷിച്ച ചില ലാഭം അത് അവർക്ക് നൽകിയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയാണ് ഇവരെ ആകർഷിക്കുന്നത്, അവർ വഴി മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്നത്. അതാണല്ലോ ഈ മണി ചെയിൻ എന്ന് പറയുന്നത്. ആദ്യം ഇതിൽ കണ്ണികളായവർക്ക് വേണ്ട രീതിയിലുള്ള ലാഭം അവർ നൽകുന്നു. അത് കണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നു. അവർ അതിന് പിന്നീട് മറ്റുള്ളവരെ ആകർഷിക്കും. അങ്ങനെ ചെയിൻ മാതൃകയിൽ പോവുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഒരു പക്ഷേ പണം കൊടുത്തിരിക്കാം, അവർക്ക് നേട്ടമുണ്ടായി കാണും. അത് വെച്ചാണ് മറ്റുള്ളവരെ ക്യാൻവാസ് ചെയ്ത് അവരെ ഈ കണ്ണിയിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടി വന്നിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ 1650 കോടിയുടെ തട്ടിപ്പാണ് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ വ്യാപ്തി ഇതിലും വലുതാണ് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന് അവരെ കണ്ടെത്തുക തന്നെ വേണം. അവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വലിയ തട്ടിപ്പാണ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമേഷ് പറഞ്ഞതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ തുക നമ്മൾ കേട്ടല്ലോ, 1157 കോടി രൂപ. എത്രമാത്രം വലിയൊരു സംഖ്യയാണ് ഇവിടെ നിന്ന് പറ്റിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ അന്വേഷണം നടക്കുകയാണ്. ഏതായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്.